ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2 ദിവസം വീഡിയോസ് ഇടാനൊരു ബുദ്ധിമുട്ട് വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ആ പ്രശ്നങ്ങൾ കാരണം നമുക്കൊരു ഒരു സന്തോഷമില്ലായിരുന്നു. പിന്നെ ഇട്ടേക്കുന്ന നമ്മുടെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ ഇട്ടില്ലെങ്കിൽ മെമ്മറി ഫുള്ളായി കിടക്കും. അപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയായാലും യൂട്യൂബിലിടുക എന്ന ഒരു ഉദ്ദേശത്തോടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. ആകെ വിഷമമാണ്, നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ പോലും ഒരു വിഷമമാണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോ അങ്ങിടുവാണ്. അപ്പോൾ രാവിലത്തെ കഴിഞ്ഞ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. പുട്ടായിരുന്നു രാവിലെ. അപ്പം രാവിലെ ഞാൻ പുട്ട് ഉണ്ടാക്കി. പുട്ട് നമ്മൾ സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി പുട്ട് നനച്ചിട്ട് മിക്സിയിലിട്ട് ഒരു അടിയും കൂടെ അടിച്ച് കഴിഞ്ഞ് ആകുമ്പോൾ ഒരു സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടും. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് പുട്ടുകുറ്റിയില്ല, ഇഡലിക്കുട്ടത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം മോന് കുറച്ച് തേങ്ങ ഇടാത്ത രീതിയിൽ പുട്ടും, കുഞ്ഞു മോനായതുകൊണ്ട് കേട്ടോ ചെയ്തു. പിന്നെ മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീന് ചെറിയ ചൂരയായിരുന്നു. അതിനുള്ള ഗ്രേവി തിളപ്പിച്ച് വെച്ചപ്പോഴത്തേന് മീൻ വന്നു. മീനെല്ലാം സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് നമ്മൾ ആ ഗ്രേവി ഒഴിച്ച് വെച്ച് അതും അങ്ങ് തിളപ്പിച്ച് ഇട്ട് കേട്ടോ. അപ്പോൾ എരി കൂടിയതുകൊണ്ട് അല്പം തേങ്ങയും കൂടെ അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയും കൂടെ ആ മീൻ തിളയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലപോലെ അരച്ച് തേങ്ങയും കൂടെ അരച്ച് എൻ്റെ കൂടെ ചേർത്തു. അപ്പം നല്ലപോലെ മീൻ തിളച്ച് നല്ല ആ തേങ്ങാപ്പാലൊക്കെ മണ്ടയ്ക്ക് വയ്ക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചൂര തേങ്ങാക്കറി വെക്കണമെന്ന് 2 ദിവസം കൊണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലും കൂടെ ചെയ്തതാണ്. പിന്നെ തേങ്ങ ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം അങ്ങ് കറിയായിട്ട് മുളക് കറിയായിട്ട് അങ്ങ് വെച്ചു. അന്നേരമാണ് തേങ്ങ ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ തേങ്ങയും കൂടെ അരച്ച് ചേർത്ത് കേട്ടോ. അപ്പം മീൻ അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ മീൻ വറക്കാനുള്ളതെല്ലാം എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് മീൻ വറക്കാനൊക്കെ ഉള്ള എടുത്ത് വെച്ച് കേട്ടോ. വറുത്തോണ്ടിരുന്നപ്പോൾ ചെറുതായിട്ടൊന്ന് തീ കയറി കരിഞ്ഞിട്ടുണ്ട്. അപ്പം മീൻ വറുത്തതും ചൂരക്കറിയും പിന്നെ പുട്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടിൻ്റെ ചിന്ന വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക് ഇച്ചിരി പഴുത്തു പോയി, അതങ്ങ് മെഴുക്കുവരട്ടിയും വെച്ചപ്പോൾ ഉച്ചക്കലത്തേക്കുള്ളതുമായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പാവയ്ക്ക ഇച്ചിരി പഴുത്തു, മഞ്ഞ കളറായി, എങ്കിലും കളയത്തില്ല കേട്ടോ. അതിനകത്തെ ഭാഗങ്ങളെടുത്ത് കളഞ്ഞിട്ട് മറ്റേ നമ്മളങ്ങ് മെഴുക്കുവരട്ടി വെക്കും. അങ്ങനെ കളയാറില്ല, പഴുത്താലും കളയത്തില്ല, അതങ്ങ് മെഴുക്കുവരട്ടി വെക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം. അതുവരെ ബൈ.